സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, കേന്ദ്രമന്ത്രിയുമായുള്ള ബിഷപ്പിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് സഭാ നേതൃത്വത്തിന് നൽകിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജിയ, കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി അല്പസമയം മുൻപാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം മുനമ്പത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മുനമ്പം സമരപ്പന്തലിലെത്തും, സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. അതിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് കേന്ദ്രമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച തൃപ്തികരമായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അതായത് വേഗത്തിൽ അവരുടെ സമരം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ തുടർ ഇടപെടലുകൾ, അസിസ്റ്റൻസ് എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. ആ ഉറപ്പ്, ആ അഷ്വറൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു എന്ന ആരോപണമടക്കമുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്രമന്ത്രി വിശദീകരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ നിയമ ഭേദഗതി മാത്രം എന്നത് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ഫോർമുല എന്ന് കാണാൻ കഴിയുകയില്ല. നിലവിൽ കോടതിയിൽ തന്നെയാണ്, ട്രൈബ്യൂണലിലാണ് കേസ്. അതിനു മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് നിരീക്ഷണം ഉണ്ടായ നിർദ്ദേശങ്ങൾ ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് ഈ നിയമ പോരാട്ടം, ആ പ്രക്രിയ തുടരേണ്ടി വരും. കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്ന വേളയിൽ ഇത് സഹായകരമാകും എന്നുകൂടി, അതായത് കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്ന ഘട്ടത്തിൽ ഈ നിയമ ഭേദഗതി സഹായകരമാകും. അതേസമയം നിയമ ഭേദഗതി ഒറ്റയ്ക്ക് അതൊരു പ്രക്രിയ എന്ന നിലയ്ക്ക് തുടരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആവശ്യമായ നേട്ടം എന്നത്, അല്ലെങ്കിൽ വിജയം നേടുന്നതിനൊക്കെ സഹായകരമാണ്. എന്ന് മാത്രമല്ല, ട്രിബ്യൂണലിൽ കേസ് പരാജയപ്പെട്ടാൽ, അതായത് ഈ ട്രിബ്യൂണലിന്റെ ഘടനയിൽ അധികാരത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് നിയമ ഭേദഗതി. ട്രിബ്യൂണലിൽ കേസ് തോറ്റാലും അപ്പീൽ സാധ്യത, നേരത്തെ അത് റിട്ട് സാധ്യത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. അപ്പീൽ സാധ്യത എന്നത് കൂടുതൽ ശക്തമായി തന്നെ ആളുകൾക്ക്, മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകും. പക്ഷേ അപ്പോഴും ഈ പ്രക്രിയ മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ അവകാശങ്ങൾ എന്ന് സ്ഥാപിച്ചു കിട്ടും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ അതിൽ പക്ഷേ നിയമ ഭേദഗതി കൊണ്ട് മാത്രം പെട്ടെന്ന് കരഗതമാകുന്ന ഒന്നല്ല, പകരം അത് ഒരു നിയമപ്രക്രിയയിലൂടെ തന്നെ കടന്നു പോകണം. ആ വഴിയിലൂടെ തന്നെ പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് സാധ്യമായ പോംവഴി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ്. നേരത്തെ ഈ വിഷയത്തിൽ പലതരം ചർച്ചകൾ ഉണ്ടായതാണ്. ഒപ്പം മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അഥവാ മുൻകാല പ്രാബല്യം ഇല്ല എന്നത് മുനമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയായി വരേണ്ട കാര്യമില്ല. കാരണം അതൊരു സെറ്റിൽ ചെയ്ത കേസല്ല, അത് ഇപ്പോഴും ട്രിബ്യൂണലിൽ നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിന് ആവശ്യമായ ഇടപെടലുകൾ നടത്താം. കാരണം ഇതിന്റെ സർവേ നടപടികളൊക്കെ ഇത്തരത്തിൽ കലക്ടറെ നിയോഗിച്ചുകൊണ്ട് പുനഃപരിശോധിക്കാൻ, രേഖകളൊക്കെ പുനഃപരിശോധിക്കാൻ കഴിയും എന്നതടക്കമുള്ള അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കും, അതിനുവേണ്ട ആവശ്യമായ അസിസ്റ്റൻസ് നൽകും എന്നുകൂടി അദ്ദേഹം നേരത്തെ വിശദീകരിച്ചപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിയമ ഭേദഗതി നിലവിൽ വരുന്ന അന്ന് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങൾ യഥാർത്ഥത്തിൽ ആ നിലയ്ക്കല്ല മന്ത്രി അതിനെ വിശദീകരിക്കുന്നത്. പകരം നിയമ പോരാട്ടം കോടതിയിൽ നടത്തുമ്പോൾ അതിന് സഹായകരമാകും വിധം നിയമ ഭേദഗതി സാധ്യമായിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ കാര്യങ്ങളിൽ ഒരു കുറെ കൂടി ക്ലാരിറ്റിയുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും, അവർക്ക് ആവശ്യമായ പിന്തുണ നൽകും എന്ന ഉറപ്പുകൂടി അദ്ദേഹം പ്രതികരണത്തിൻ്റെ ഭാഗമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ സജോ, നമുക്ക് മുനമ്പത്തേക്ക് പോകാം. അലി അക്ബർ ഷാ മുനമ്പത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയമുണ്ട്. ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. മുനമ്പത്തെ ജനതയ്ക്ക് ഇന്ന് മന്ത്രിയിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ പോകുന്ന ഉറപ്പെന്താണ് എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ അവിടെ എത്താറായോ? സുജിയ, തീർച്ചയായും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാൽ ഒരു പരിഹാരം എന്ന നിലയിലുള്ള പ്രചരണമായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ നിലയിലുള്ളൊരു വിശ്വാസം മുനമ്പത്തെ ജനങ്ങളിൽ സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ വന്ന സമയത്ത് 50ഓളം ഇവിടെ നിന്നുമുള്ള സമരസമിതിയിലെ അംഗങ്ങളായിരുന്ന ആളുകൾ BJPയിലേക്ക് പോവുകയൊക്കെ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് മന്ത്രി നടത്തിയിരിക്കുന്ന വാർത്താസമ്മേളനത്തിലെ പ്രസ്താവനയിൽ ചെറിയ രീതിയിലുള്ള സമര ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ അവരോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ട് മുനമ്പത്ത് എത്താൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം നേരിട്ട് പറയുന്നത് കേട്ട ശേഷം, എന്താണ് അദ്ദേഹം പറയുന്നത് കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തങ്ങളുടെ പ്രതികരണം അറിയിക്കാമെന്നതാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി അറിയിക്കുന്നതും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും എല്ലാം ഒഴുകിയെത്തിയിരുന്നു മുനമ്പത്തേക്ക്. ആ നിലയിലുള്ള ഒരു വിഷയമായി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ മുനമ്പം വിഷയത്തെ കത്തിച്ചു നിർത്താനുള്ള ശ്രമവും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നും എന്തായാലും സംസ്ഥാന BJP
നേതാക്കൾ എത്തുന്നുണ്ട്. ഒപ്പം പ്രധാനമായും ഇന്ന് നടക്കുന്ന നന്ദി മോദി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുനമ്പം ജനതയോട് സംസാരിക്കുവാനായി കിരൺ റിജിജുവും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. വലിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ ഇവിടെ സംഘടിപ്പിക്കാൻ എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം നേരത്തെ തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് ഈ വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയവുമായി ചേർത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത്, എന്ത് വാക്കാണ് ഇനി അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടുകൂടി മുനമ്പം പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി തന്നെ നടന്നിരുന്നു. അത് സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി തന്നെ നടന്നിരുന്നു. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി BJP കേന്ദ്ര സർക്കാർ ഉയർത്തി കാണിച്ചിരുന്നതും മുനമ്പം വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും മന്ത്രി സംവദിക്കേണ്ടത് മുനമ്പത്തെ ജനതയോടാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വേദിയിൽ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംസാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുനമ്പം ജനതയുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിയമ പോരാട്ടം തുടരേണ്ടതുണ്ട്. ബില്ല് പാസ്സായി എന്നതുകൊണ്ട് മാത്രം ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന സൂചന തന്നെയാണ് എന്തായാലും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത്. ആ കാര്യത്തിലൊരു വ്യക്തത മന്ത്രിയുടെ വാക്കുകളിൽ മുനമ്പം സമരപ്പന്തലിൽ വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 185-ാം ദിവസത്തിലാണിപ്പോൾ മുനമ്പം നിരാഹാര സമരമുള്ളത്. ഇനിയും എത്ര നാൾ ഈ നിലയിൽ തുടരേണ്ടി വരും ഈ സമരം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മന്ത്രിയിൽ നിന്ന് നമ്മൾ മുനമ്പം ജനത പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നാൾ നിയമപോരാട്ടം തുടർന്നു. ഇനിയും ഈ ബില്ല് പാസ്സായതിനു ശേഷവും ഇതേ നിലയിൽ തന്നെ നിയമപോരാട്ടം തുടരേണ്ട സാഹചര്യമാണോ ഉള്ളത്? അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും നിലയിലുള്ള ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലെല്ലാം മന്ത്രിയിൽ നിന്നും നേരിട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ് എന്തായാലും മന്ത്രി വരുമ്പോഴേക്ക് നമുക്ക് അലി അക്ബർ ഷായിലേക്ക് തിരികെ എത്താം. സജോ ദേവസിയും അലി അക്ബർ ഷായുമാണ് നമുക്കൊപ്പം ചേർന്നത്. മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുമോ ഇന്ന് താങ്ക് യു മോദിയിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറയുന്ന വാക്കുകൾ എന്നതാണ് അറിയേണ്ടത്.